ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്ന റെസിപ്പി ഒരു ഹെൽത്തി ബോൾ റെസിപ്പിയാണ്. എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ചെറിയവർക്കും വലിയവർക്കും ഒക്കെ കഴിക്കാം, സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടത് വെറും 4 ഇൻഗ്രീഡിയൻസ് മാത്രം. എള്ള്, പിന്നെ കറിവേപ്പിൻ്റെ ഇല, ബദാം, ഈത്തപ്പഴം. ഈ 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ കറുത്ത എള്ള് നന്നായിട്ട് വറുക്കുക. അത് കഴുകി ഒന്ന് വെയിലത്ത് ഉണക്കിയ ഇതാണെങ്കിൽ ഒന്നും കൂടി നന്നു. പിന്നെ വേപ്പിൻ്റെ ഇല അതും ഇതുപോലെ ഫ്രഷായിട്ട് എടുക്കാൻ ശ്രമിക്കുക. അത് കഴുകി വെള്ളം നന്നായി ഡ്രൈ ആയതിനു ശേഷം അത് ഇതുപോലെ ചീഞ്ചട്ടിയിലിട്ടിട്ട് നന്നായി ഒന്ന് വറുക്കുക. അത് ഇങ്ങനെ ക്രിസ്പി സ്റ്റേജ് ആവണ വരയ്ക്കും വേപ്പിൻ്റെ ഇല വറുക്കുക. ഈ രണ്ടും വറക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇടാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ടേസ്റ്റും ഉണ്ടാവില്ല, അതിൻ്റെ ഒരു സ്മെല്ലോ ഒന്നും നന്നാവില്ല. അപ്പോൾ അതിലും ബെറ്റർ നമ്മളിത് മീഡിയം സ്റ്റേജിലിട്ടിട്ട് നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കുക. അതിന് ശേഷം നന്നായി വൃത്തിയാക്കിയിട്ട് വെള്ളം തരിയില്ലാത്ത ഒരു ജാറിൽ ഈ 2 സാധനം ഇട്ടിട്ട് നമ്മൾ ഒന്ന് പൗഡർ ചെയ്തെടുക്കുക. വെള്ളം തീരെ വേണ്ട, പെട്ടെന്ന് നാശമായി പോകും. നമ്മളിത് സ്റ്റോർ ചെയ്ത് കഴിക്കാൻ പാകത്തിനില്ല, അപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നന്നായി അത് കാരണം ജാർ ക്ലീനായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം ഇത് പൗഡർ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ബദാം ഇട്ടിട്ട് ഒന്ന് ഇതുപോലെ റൺ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഈത്തപ്പഴം ഇടുക. എന്നിട്ട് ഈത്തപ്പഴം കൂടി ഇട്ടിട്ട് ഒന്ന് റണ്ണായി കഴിഞ്ഞാൽ അതൊരു ബൈൻഡിങ് സ്റ്റേജിലേക്ക് എത്തും. അപ്പം നമ്മളത് നന്നായിട്ട് കുഴച്ചിട്ട് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഒരാഴ്ചയ്ക്കുള്ളത്, ഒരു സൺഡേ ലീവാണ്, നമ്മൾ സൺഡേ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ആ ഒരാഴ്ചയായി ഫുള്ളും കഴിക്കാം. അപ്പോൾ ഇത് മോർണിംഗ് കഴിക്കുക. ഓരോ ബോൾ വെച്ചിട്ട് നല്ലതാണ്, മുടിക്കും സ്കിന്നിനൊക്കെ നല്ലതാണ്. അത് മാത്രമല്ല കൂടുതലും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.